19ാമത്തെ സങ്കീർത്തനം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേല പ്രസിദ്ധമാക്കുന്നു. ദൈവനാമത്തിൽ മഹത്വം. ദുഷ്ടന്മാർ മറിഞ്ഞു വീണു ഇല്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. സദൃശം 12:7. കർത്താവിൽ പ്രിയരെ, 11/5/2025 ആരാധനയ്ക്ക് ശേഷം നടത്തിയ വൈപിയുടെ യോഗ റിപ്പോർട്ട്. ബ്രദർ ഷാജിയുടെ അധ്യക്ഷതയിൽ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചു. തുടർന്ന് ആരോൺ മനോഹരമായ ഒരു ഗാനം ആരംഭിച്ചു. തുടർന്ന് യെരമ്യാ 16-ാം സങ്കീർത്തനം വായിച്ചു. അതിനുശേഷം സെക്രട്ടറി റിപ്പോർട്ട് വായിച്ചു. ഭേദഗതി കൂടാതെ ബ്രദർ വർഗീസ് മത്തായി പാസ്സാക്കുകയും സിസ്റ്റർ സീലു പിന്താങ്ങുകയും ചെയ്തു. എന്ത് മരം കൊണ്ടാണ് പെട്ടകം ഉണ്ടാക്കുവാൻ ദൈവം നോഹയോട് പറഞ്ഞത്? ജലപ്രളയം ഉണ്ടാകുമ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സായിരുന്നു? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്രാ. 3-ാം ദിവസം അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ദിവസമാണ്. അദ്ദേഹം ഈ പേപ്പർ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ രാജാവ് മുന്നിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ മുമ്പ് വെച്ചിട്ട് ഈ പേപ്പറിനെ ഒന്ന് കീഴാൻ പറഞ്ഞു, ഒന്ന് കീഴുക. അപ്പൊ അദ്ദേഹം ഒരൊറ്റ പ്രാവശ്യം കീഴാവോ? അപ്പോ രാജാവിന്റെ കയ്യിൽ കൊടുത്ത ഈ പേപ്പർ കഷ്ണമാണ്. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും അടയാളമുണ്ടോ? ഇല്ല. ഇതിനകത്തുണ്ടോ? ഇല്ല. ഈ 4 കഷ്ണമാണ് കിട്ടിയത്. കിട്ടുന്ന സമയത്ത് പറഞ്ഞു അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരു പണം പറഞ്ഞില്ല, ഒരു പേപ്പർ കഷ്ണം ഉണ്ടല്ലോ, ഒരെണ്ണം ഉണ്ടല്ലോ, നിവർത്തി നോക്കാന്ന് പറഞ്ഞു. ആ നിവർത്തി നോക്കുന്ന സമയത്ത് അതിനകത്ത് കിട്ടിയത് ക്രൂശാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി വാങ്ങുന്നു. ഈ ഒരു ക്രൂശന്റെ അടയാളം കിട്ടിയത് കൊണ്ട് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടില്ല, അദ്ദേഹത്തെ മോചിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എവിടെ അത്ഭുതം ചെയ്യും? വിശ്വസിച്ച ദൈവത്തിന് മഹത്വം കാണും. ദൈവം സഹായിക്കട്ടെ. യശയ്യാ 34:16. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവനൊന്നും കാണാതിരിക്കുകയില്ല, ഇണയില്ലാതിരിക്കുകയില്ല. അവന്റെ വായിൽ കൽപ്പിച്ചത് അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. 1 കൊരിന്ത്യർ 15:4. തിരുവചന പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പ്രാർത്ഥനയിലും ഒരുമയിലും സഹകരണത്തിൽ മുന്നോട്ട് പോകാം. കേട്ടതുപോലെ ഞങ്ങൾ ഒരുമനപ്പെട്ട് ഐക്യതയുടെ കൂടെ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരകൂടെ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കൈപിടിച്ചു നടത്തുന്ന സ്നേഹം